ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. പഴം പുട്ടാണ് ഉണ്ടാക്കണത്. ആദ്യമേ നമ്മൾ പൊടിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളിതേ കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് മാറ്റി വയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ അഡ്വാൻസായിട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതിനായിട്ട് എടുക്കുന്നത് ഒരു ഏത്തപ്പഴമാണ്. അത് നമ്മൾ തൊലിയൊക്കെ പൊളിച്ചിട്ട് നമ്മളിങ്ങനെ നാലായിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേക്കും വേവാനും എളുപ്പമുണ്ട്, കഴിക്കാൻ എളുപ്പമുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടെ മധുരത്തിനായിട്ട് പഞ്ചസാര ഇടും കേട്ടോ. എന്നിട്ട് ഇത് നാലും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കും. അതിന് ശേഷം നമ്മൾ ആദ്യമേ കുതിർക്കാൻ വെച്ച നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, അതൊന്നും എടുത്ത് സെറ്റ് ചെയ്യണം. വേറെ ഇനി അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇതിലേക്ക്. അതൊക്കെ തന്നെ ഓക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചിരട്ടപ്പുട്ടിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങാപ്പീര വെക്കണ പോലെ തന്നെ ആദ്യമേ നമ്മളിത് പഴത്തിൻ്റെ മിക്സ് വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ടുപൊടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ കുറച്ച് പഴത്തിൻ്റെ മിക്സ് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. നമ്മൾ നേരത്തെ തന്നെ കുക്കറിൽ വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ അതിലേക്ക് എടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംഭവം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതെങ്ങനെയായെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന പാത്രത്തിലേക്ക് തന്നെയാണ് എടുത്ത് വയ്ക്കുന്നത്. കാരണം ഞാൻ ഇന്ന് ഇതാണ് ലഞ്ചായിട്ട് കൊണ്ടുപോകുന്നത് ഓഫീസിലേക്ക്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും ഓഫീസിലൊക്കെ പോകണവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാനും പിന്നെ കറിയൊന്നുമില്ലാതെ നമുക്ക് എളുപ്പം ടേസ്റ്റോടുകൂടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.